ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പപ്പടം വെച്ചിട്ട് ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ വീട്ടിലൊക്കെ ഫിഷോ ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മയും അമ്മമ്മയും എല്ലാം ഉണ്ടാക്കുന്ന ഒരു തരം കറിയാണ് കേട്ടോ ഇത്. ഏറ്റവും ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ പപ്പടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു പപ്പടം വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനെല്ലാം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പപ്പടം നമ്മള് ചെറിയ ചെറിയ കഷ്ണാക്കി മാറ്റുക. നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കഷ്ണാക്കാം കേട്ടോ. നിങ്ങൾക്ക് മുഴുവൻ പപ്പടം വറുത്ത് കോരിയിട്ട് അത് പൊടിച്ചിട്ട് എടുക്കാം. ഇല്ലേ വറക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പപ്പടം ഉണ്ടാവും ഇത് കേട്ടോ. അപ്പൊ പപ്പടം വേണം. അതിലേക്ക് നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സാധനം ഒരു തക്കാളിയാണ്. പിന്നെ ഉള്ളി വേണം. ഒരു 4-5 കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ കറിവേപ്പില വേണം. വറ്റൽമുളക് വറുത്തിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പൊടികളായിട്ട് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ വേണ്ടൂ കേട്ടോ. ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുകാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെളിച്ചെണ്ണ വേണം, ആവശ്യത്തിന് വെള്ളം. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു പപ്പടക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. പപ്പടക്കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പടം വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പപ്പടം വറുത്ത് കോരിയെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുന്നത് നമുക്ക് ഇനി പപ്പടം ഇതിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് കോരി മാറ്റാം കേട്ടോ. കണ്ടോ? ഇതുപോലെ നമുക്ക് എല്ലാ പപ്പടവും വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അമ്മമ്മയെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ഈ കറി. നല്ല ടേസ്റ്റ് ആണ്. എന്നാലും നമ്മൾ പെട്ടെന്ന് കൈമില് എങ്ങനെയാ പപ്പടം കിട്ടുന്നത്, ആ പപ്പടം ഏത് ഷേപ്പിലാണ് മുറിച്ചിരുന്നെന്നെല്ലാം അത് അന്നേരത്തെ ഒരു തിരക്ക് പിടിച്ചിട്ടാക്കുന്ന ഒരു കറിയല്ലേ. തിരക്ക് പിടിച്ച സമയത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടാ. അതുകൊണ്ട് ആ സമയത്ത് പപ്പടം എങ്ങനെ മുറിച്ചിടണമെന്ന് ഉണ്ടാക്കുന്ന ആള് തീരുമാനിക്കും കേട്ടാ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ടൈം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ പപ്പടവും ഞാൻ എടുത്ത പപ്പടം മുഴുവൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് പപ്പടക്കറി ആക്കാം. പപ്പടക്കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോ ചട്ടിയിലും നിങ്ങൾക്ക് പപ്പടക്കറി ആക്കാൻ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും കൂടി അരച്ചു വെച്ച തേങ്ങയുടെ മിക്സ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. ഇനി നമ്മൾ എടുത്തു വെച്ച ഉള്ളിയും പച്ചമുളക് ഇഞ്ചി, ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നന്നായി തിളച്ച് തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈസിയാണ് ആക്കാൻ, ഏറ്റവും എളുപ്പമല്ലേ. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ലാസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വറുത്ത് വെച്ച പപ്പടം ഇട്ട് കൊടുത്താൽ നമ്മളെ പപ്പടക്കറി റെഡിയാണ്. ലാസ്റ്റ് കടുക് വറുത്തിട്ട് കൊടുത്താലും മതി കേട്ടോ. ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഓൾറെഡി പപ്പടത്തിന് നല്ല ഉപ്പുണ്ടാവും. അപ്പം നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ശ്രദ്ധിക്കണം, തേങ്ങ അരച്ച് ഒഴിച്ചത് കൊണ്ട് പുറത്തേക്ക് തിളച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് എവിടെയും പോരട്ടോ. പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. നമുക്കിനി എല്ലാം വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ പപ്പടക്കറി ആക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും കൂടി അരച്ചതും
പിന്നെ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് വെച്ച കൂട്ടുണ്ടല്ലോ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തിളച്ച് നന്നായിട്ട് കുറുകി കണ്ട ചാറെല്ലാം കാണുമ്പോൾ നമുക്കിപ്പോ ഒരു മീൻകറിന്റെ ചാറെല്ലാം പോലെ ഇല്ലേ. അപ്പൊ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കാം. ഈസി അല്ലേ ഉണ്ടാക്കാൻ. നമുക്ക് വേറെ കറി വെക്കാൻ സാധനമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പപ്പടവും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. എത്ര ചാറ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചൂടുവെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടാണ് പപ്പടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. പപ്പടക്കറിക്ക് വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാത്രം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിക്ക് വറുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ കറിക്ക് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? നമ്മളെ പപ്പടക്കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തട്ടിക്കുട്ടിയാക്കാൻ പറ്റുന്ന കാരണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മമ്മേന്റെ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തട്ടിക്കുട്ടിയാക്കാൻ പറ്റുന്ന നമ്മളെ പപ്പടക്കറി ഇവിടെ റെഡിയാണ്. അപ്പോ ഇങ്ങനെ പപ്പടക്കറി ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആണ്. എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.